ആരാണ്, പൗരനല്ലാത്തവരാരാണ്, പൗരന്മാർക്ക് വേണ്ട പ്രത്യേകതകൾ എന്തൊക്കെയാണ്, പൗരത്വത്തിന് വേണ്ടിയുള്ള വഴികൾ എന്തൊക്കെയാണ്, ഇത്തരത്തിലെല്ലാം വിശദമായി പ്രതിപാദിക്കുന്ന 1955 പൗരത്വ ആക്ടിന് 2004 ഒരു ഭേദഗതി വരികയുണ്ടായി. ഭേദഗതി ഇത്രയും മാത്രമേ ഉള്ളൂ. 14A എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഈ പൗരത്വ നിയമത്തിൽ എഴുതി ചേർത്തു. പുതുതായിട്ട് പാർലമെന്റ് 3/2 ഭൂരിപക്ഷത്തോടു കൂടി പാസ്സാക്കി. ഇത്രയേ ഉള്ളൂ. അത് ഇന്ത്യയിലെ ഓരോ പൗരനെയും ഒരു രജിസ്റ്ററിൽ, നിർദ്ദിഷ്ട രജിസ്റ്ററിൽ കൊണ്ടുവരിക, എല്ലാവർക്കും ഒരു തിരിച്ചറിയൽ കാർഡ് കൊടുക്കുക. ഇതിനുവേണ്ടി കേന്ദ്ര സർക്കാരിനെ പാർലമെന്റ് ചുമതലപ്പെടുത്തുകയുണ്ടായി. 14A എന്ന് പറയുന്ന ഈ അനുച്ഛേദം എഴുതി ചേർത്തുകൊണ്ട്. അതിന്റെ പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിനെ കുറിച്ച് പഴയ സെൻസസ് രേഖകളിലെല്ലാം പ്രതിപാദിക്കുന്നുണ്ട്. അന്ന് തൊട്ട് തന്നെ ഇന്ത്യയിലെ എല്ലാ പൗരന്മാരുടെയും രജിസ്റ്റർ ഉണ്ടാക്കണമെന്ന് ഒരു തോന്നൽ പലർക്കും ഉണ്ടായിരുന്നു. എന്നാൽ കാർഗിൽ യുദ്ധത്തോട് അനുബന്ധമായി ഇന്ത്യയിലേക്ക് വരുന്ന നുഴഞ്ഞുകയറ്റത്തെ തടയുക, ഇന്ത്യയുടെ സുരക്ഷ ശക്തിപ്പെടുത്തുക എന്നതിന് ഉതകുന്ന വിധത്തിൽ നിയമ ഭേദഗതി വേണമെന്നുള്ള ഒരു ആവശ്യം എല്ലാ പക്ഷത്തു നിന്നും വരികയും പാർലമെന്റിൽ ഇത്തരത്തിലുള്ള ഒരു ഭേദഗതി പാസ്സാക്കുകയുമാണ് ഉണ്ടായത്. എന്നാൽ ഇതിനു മുമ്പേ തന്നെ രാജസ്ഥാനിലെ ചില പ്രദേശങ്ങളിൽ, ചില ഗ്രാമങ്ങളിൽ തിരിച്ചറിയൽ കാർഡുകൾ കൊടുത്തിരുന്നു. അതോടൊപ്പം തന്നെ പാർലമെന്റിലും ഇതിനു മുമ്പ് ഒരു നിയമത്തിന് വേണ്ടിയുള്ള ഒരു ബില്ല് സമർപ്പിക്കുക, എന്നാൽ ബില്ല് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ കാർഗിൽ യുദ്ധം ഇതിനെല്ലാം തന്നെയും ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടുകയാണ്. ഇന്ത്യയിലെ പൗരന്മാർ ആരാണ് എന്നുള്ളത് വ്യക്തമായ രേഖ വേണം, ഇവരെല്ലാം രജിസ്റ്റർ ചെയ്യണം, ഇവർക്കെല്ലാം കാർഡ് കൊടുക്കണം. ഇത്തരത്തിൽ 2004 പാസ്സാക്കി. ഈ ആക്ടിലെ ഭേദഗതിക്ക് ശേഷം അതിൻ്റെതായ നിയമങ്ങൾ രൂപീകരിച്ചു. ഇന്ത്യയിലെ എല്ലാ പൗരനെയും പൗരനല്ലാത്തവനെയും തിരിച്ചറിയുക എന്നുള്ളത് വളരെ വിഷമകരമായ ഒരു സംഗതി ആയിരിക്കെ ആദ്യം ഇന്ത്യയിലെ എല്ലാ സ്ഥിരതാമസക്കാരെയും ഒരു രജിസ്റ്ററിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് അത്തരം സ്ഥിരതാമസക്കാരിൽ നിന്ന് പൗരനെയും പൗരനല്ലാത്തവനെയും വേർതിരിക്കുക എന്നുള്ള രീതിയിൽ ഒരു കൺസെപ്ച്വലൈസേഷൻ സെൻട്രൽ ഗവൺമെന്റിനുണ്ടായി. അതിനനുസരിച്ച് റൂൾസ് എല്ലാം ഫ്രെയിം ചെയ്യുകയുണ്ടായി. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ 2009 തീരദേശ വില്ലേജുകൾ ആദ്യം NPRന്റെ പ്രവർത്തനം നടക്കുകയുണ്ടായി. സെൻസസിനോടനുബന്ധമായി എല്ലായിടത്തും ഒരുമിച്ച് തുടങ്ങാനിരുന്ന ഈ പദ്ധതി 2009 നടത്തുകയാണ്. NPRന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നിയമപ്രകാരം നിർബന്ധമായ ഒന്നാണ്. ഒരു വ്യക്തിയും ഇതിൽ പേര് കൊടുക്കാൻ നിർബന്ധിതനാണ്, നിയമപ്രകാരം നിർബന്ധിതനാണ്. അപ്പൊ അത്തരത്തിലുള്ള പ്രവർത്തനം ആദ്യം 3 തരത്തിലുള്ള വിവരങ്ങൾ ഉണ്ടെന്ന് പറയാം NPRല്. ഒന്ന്, ഡെമോഗ്രഫിക് പർട്ടിക്കുലേഴ്സ്, ഒരു വ്യക്തിയുടെ ജനസംഖ്യാശാസ്ത്രപരമായിട്ടുള്ള വിവരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഡെമോഗ്രഫിക് പർട്ടിക്കുലേഴ്സ്. അത് നിങ്ങൾക്ക് അറിയാം, 14ഓളം വിവരങ്ങളുണ്ട്. വ്യക്തിയുടെ പേര്, പ്രായം, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പേര്, എവിടെ താമസിക്കുന്നു, സ്ഥിര മേൽവിലാസം ഏതാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അതിനോടനുബന്ധമായി ബയോമെട്രിക് പർട്ടിക്കുലേഴ്സ്, ഇപ്പോൾ എടുക്കുന്നത് ജൈവശാസ്ത്രപരമായ 10 വിരലടയാളങ്ങൾ, ഫോട്ടോഗ്രാഫ്, അതോടൊപ്പം തന്നെ കണ്ണിന്റെ ഐറിസ്, 2 കണ്ണുകളുടെയും അടയാളം, ഇത്രയുമാണ് ബയോമെട്രിക് വിവരങ്ങൾ. രണ്ടാമത്തെ തരം വിവരം. ഇപ്പൊ 3 ജൈവശാസ്ത്രപരമായ വിവരങ്ങൾ. ഇതോടനുബന്ധമായി തന്നെ നോ യുവർ റെസിഡന്റ് എന്ന് പറയുന്ന ഒരു 10 വിവരങ്ങളിലൂടെ നമ്മൾ ശേഖരിക്കുന്നുണ്ട്. ബയോമെട്രി എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം, KYR ഫോംസ് എല്ലാം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ ഫോംസ് എല്ലാം വീടുകളിൽ വിതരണം ചെയ്യുകയും അവരത് രേഖപ്പെടുത്തി കൊണ്ടുവരികയും വേണം. വീടുകളിലെ ഓരോ കുടുംബനാഥനും വിവരങ്ങൾ രേഖപ്പെടുത്തി കൊണ്ടുവരണം. അതിൽ 3 വിവരങ്ങൾ സംസ്ഥാന സർക്കാരിന് വേണ്ടിയാണ് നമ്മൾ ശേഖരിക്കുന്നത്. KSEBയുടെ കണക്ഷൻ നമ്പർ, അതേപോലെ വാട്ടർ അതോറിറ്റിയുടെ നമ്പർ, ഹെൽത്ത് ഇൻഷുറൻസ് നമ്പർ, ഇതല്ലാതെ തന്നെ തിരഞ്ഞെടുപ്പ് ID കാർഡ് നമ്പർ, പാൻ കാർഡ് നമ്പർ, ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ, അങ്ങനെ 10ഓളം വിവരങ്ങൾ. ഇപ്പൊ 3 തരം വിവരങ്ങളായി കഴിഞ്ഞു. ഇത്തരം വിവരങ്ങൾ 27ഓളം വിവരങ്ങൾ, 14 + 3 17 + 10 27 വിവരങ്ങളായി കഴിഞ്ഞു. ഇതോടൊപ്പം ഓരോ വ്യക്തിയുടെയും ബയോമെട്രി പാക്കറ്റുകൾ ആധാറിന് നമ്മൾ അപ്ലോഡ് ചെയ്യുകയും ഓരോ വ്യക്തിക്കും അഡീഷണലായി ഓരോ ആധാർ നമ്പർ കൂടെ ഇതിലൂടെ ലഭിക്കുകയും ചെയ്യും ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിലൂടെ. ഈ ആധാർ നമ്പർ ആയിരിക്കും കാർഡിന്റെ പുറത്ത് പ്രിന്റ് ചെയ്ത് വരുന്നത്.
അപ്പോൾ ഇത്തരം വിവരങ്ങൾ അടങ്ങുന്ന ഒരു സമുച്ചയമാണ് ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിന് വേണ്ടി ശേഖരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ഒരു സംശയമാണ്, എന്താണ് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ, എന്താണ് ആധാർ, ഇവ തമ്മിലുള്ള ബന്ധം എന്താണ്, വ്യത്യാസം എന്താണ്? ഞാൻ വളരെ ചുരുക്കമായി പറയാം. ഇത് രണ്ടും പരസ്പര വിരുദ്ധമായ സംഗതികളല്ല, പരസ്പര പൂരകമായ സംഗതികളാണ്. എന്ന് വെച്ചാൽ ദേശീയ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയ്യുന്നത്, ആധാർ എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും, ഇന്ത്യയിലെ ഓരോ സ്ഥിരതാമസക്കാരനും ഒരു തിരിച്ചറിയൽ നമ്പർ കൊടുക്കുന്നു. 12 അക്കമുള്ള ഒരു നമ്പർ കൊടുക്കുന്നു. ഈ നമ്പറിലൂടെ ഈ വ്യക്തിയുടെ ഡാറ്റാബേസ് ഓൺലൈനായിട്ട് വെരിഫൈ ചെയ്യാൻ കഴിയും. അപ്പോൾ ഒത്തിരി സേവന ദാതാക്കൾക്ക് ഒന്നിലധികം ഡ്യൂപ്ലിക്കേറ്റ്സിനെ ഒഴിവാക്കാൻ കഴിയും. അതായത് ഒരുപാട് സേവനങ്ങൾ ഒന്നിലധികം ബോഗസ് എൻട്രീസ് ഉണ്ട്. ഇവരെല്ലാം ഒഴിവാക്കിക്കൊണ്ട് സേവന മേഖലയെ കൂടുതൽ ശക്തമാക്കാൻ കഴിയും, അതിലെ പിൽഫറേജ് ഒഴിവാക്കാൻ കഴിയും എന്നുള്ളൊരു തിരിച്ചറിവാണ് അത്തരത്തിലൊരു ആധാർ നമ്പറിലേക്ക് ഊന്നൽ കൊടുത്തത്. എന്നാൽ ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ എല്ലായിടത്തും പ്രവർത്തനം നടത്തേണ്ടതും സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് അതിൻ്റെ കൂടെ ആധാർ നമ്പർ കൂടെ ലഭിക്കാനുള്ള ഒരു ഫെസിലിറ്റി എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും പരസ്പര വിരുദ്ധമല്ല, പരസ്പര പൂരകമായിട്ടുള്ള സംഗതികളാണ്. ആധാറിന് ഒന്നിലധികം രജിസ്ട്രാർമാരുണ്ട്. അവയിൽ ഏറ്റവും ഉയർന്ന, ഏറ്റവും വലിയ രജിസ്ട്രാർ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററാണ്. പിന്നെ ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിന്റെ ഇന്നത്തെ അവസ്ഥ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ഫസ്റ്റ് റൗണ്ട് ബയോമെട്രി തീരാൻ പോകുന്ന ഒരു അവസരത്തിലാണ് നിൽക്കുന്നത്. മാർച്ച് ഏപ്രിലോടുകൂടി മിക്കവാറും എല്ലാ സ്ഥലത്തും ഫസ്റ്റ് റൗണ്ട് തീരും. ഇത് കഴിഞ്ഞ് ഒരു സെക്കൻഡ് റൗണ്ട് ഉണ്ട്, വിട്ടുപോയവർക്ക് വേണ്ടി ഒരു സെക്കൻഡ് റൗണ്ട് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ലോക്കൽ രജിസ്റ്റർ പ്രിപ്പയർ ചെയ്യുകയും പ്രസിദ്ധപ്പെടുത്തുകയും ആക്ഷേപങ്ങൾ ക്ഷണിക്കുകയും ഗ്രാമസഭകൾക്ക് മുമ്പിൽ വെച്ച് അപ്രൂവ് ചെയ്ത് കലക്ടർ ഒപ്പിടുന്നതോടുകൂടി രജിസ്റ്റർ അന്തിമമാവുകയും ചെയ്യുന്നു.